ട്രാവലീവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. NH66 ഡെവലപ്മെൻറ്റ് സീരീസിലുള്ള അമ്പലപ്പുഴ മുതൽ കഴക്കൂട്ടം വരെയുള്ള കാഴ്ചകളുടെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോ. ചവറ മുതൽ മേവറം വരെയുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കരുനാഗപ്പള്ളി ടൗണിൽ ഫ്ലൈ ഓവറിന്റെ പണികൾക്കായി പൈലിംഗ് വർക്കുകൾ പുരോഗമിക്കുന്നതിനാൽ ടൗണിൽ അത്യാവശ്യം തിരക്കുണ്ട്. റോഡിന്റെ ഒരു വശം ബാരിക്കേഡ് വെച്ച് മറച്ചിട്ടുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ റോഡിന് ഇരുവശത്തും മണ്ണിട്ട് നിരത്തി 6 വരി പാതയുടെയും സർവീസ് റോഡിന്റെയും കാണയുടെയും ഒക്കെ പണികൾ നടക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ ടാറിംഗ് പൂർത്തിയാക്കി പുതിയ റോഡിലൂടെ വാഹനങ്ങൾ തിരിച്ചുവിടുന്നുണ്ട്. ഒറ്റംകുളങ്ങര ഭാഗത്ത് റോഡ് പണികൾ അതിവേഗമാണ് മുന്നോട്ട് പോകുന്നത്. ചവറ KMRL മുന്നിൽ 2 അണ്ടർപാസിന്റെ പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ചവറ പാലത്തിൽ പ്രത്യേകിച്ച് പണികളൊന്നും നടക്കുന്നില്ല. പഴയ പാലത്തിൽ കൂടി തന്നെയാണ് ഇപ്പോഴും വാഹനങ്ങൾ കടത്തിവിടുന്നത്. വീണ്ടും മുൻപോട്ട് പോകുമ്പോൾ കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ പാലമായ നീണ്ടകര പാലത്തിന് സമീപമാണ് നാം എത്തിച്ചേരുന്നത്. 1972 ഫെബ്രുവരി 24 അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന TK ദിവാകരൻ നടപ്പാതയോടുകൂടിയ 422.5 മീറ്റർ നീളമുള്ള നീണ്ടകര പാലം ഉദ്ഘാടനം ചെയ്തതോടുകൂടി കൊല്ലം ജില്ലയുടെ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയ ഒരു പാലമാണ് ഈ പാലം. അഷ്ടമുടി കായൽ കടലിനോട് ചേരുന്ന ഭാഗമെന്ന നിലയിലും പ്രധാനപ്പെട്ട ഒരു ഹാർബറിന്റെ അടുത്തുള്ള ഒരു പാലം എന്ന നിലയിലും നീണ്ടകര പാലം ചരിത്രത്തിൽ തലയുയർത്തി നിന്നിരുന്നു. 1925 റാണി ലക്ഷ്മിബായിയുടെ കാലത്താണ് നീണ്ടകരയിലെ ആദ്യ പാലം നിർമ്മിക്കുന്നത്. ദിവാനായിരുന്ന ME വാട്സന്റെ ഉത്തരവനുസരിച്ച് ഇംഗ്ലണ്ടിലെ ബ്രൈറ്റ് വെയ്റ്റ് കമ്പനിയുടെ പ്രതിനിധികൾ വന്ന് പരിശോധിച്ചതിന് ശേഷമാണ് ഈ പാലം ഇവിടെ പണിതത്. ബ്രിട്ടീഷ് ആർക്കിടെക്ചർ അനുസരിച്ച് ഉരുക്കും തടിയും ഉപയോഗിച്ച് ഇംഗ്ലണ്ടിൽ നിന്നും കപ്പൽ മാർഗമെത്തിച്ച യന്ത്ര സാമഗ്രികളുടെ സഹായത്തോടുകൂടി 11 മാസമെടുത്താണ് ഈ പാലം പൂർത്തിയാക്കിയത്. ഗർഡർ സംവിധാനത്തിൽ നിർമ്മിച്ച പാലത്തിന് അന്ന് 1338 അടി നീളമായിരുന്നു. 1930 തുറന്നുകൊടുത്ത പാലം പിന്നീട് 1972 നവീകരിച്ച് 422.5 മീറ്റർ നീളമുള്ള പാലമാക്കി മാറ്റുകയായിരുന്നു. കൊല്ലം ജില്ലയിലെ ബൈപ്പാസിൽ നിരവധി പുതിയ പാലങ്ങൾ വന്നതോടുകൂടി നീളത്തിന്റെ കാര്യത്തിൽ 2ാം സ്ഥാനമായി നീണ്ടകര പാലം മാറി. കാലപ്പഴക്കത്താൽ പൊളിച്ചുമാറ്റി പുതിയ പാലം പണിയാനാണ് ആദ്യം തീരുമാനിച്ചത്. പക്ഷേ കനത്ത ഗതാഗത കുരുക്ക് കണക്കിലെടുത്തും പാലത്തിന്റെ പഴക്കവും ഉൾക്കൊണ്ട് പാലം അങ്ങനെ തന്നെ ഒരു സർവീസ് റോഡായി നിലനിർത്തിക്കൊണ്ട് ഇരുവശത്തും പുതിയ പാലങ്ങൾ പണിത് NHന്റെ വർക്കുകൾ പൂർത്തീകരിക്കാനാണ് NH അതോറിറ്റി തീരുമാനിച്ചത്. ദേശീയപാതയിൽ ഇരുവശത്തും അണ്ടർപാസും നടുക്ക് സർവീസ് റോഡും വരുന്ന അപൂർവം ഒരു പാലമായി മാറും നീണ്ടകര പാലം. പുതിയ പാലത്തിന്റെ പൈലിംഗ് വർക്കുകൾ പൂർത്തിയായി കഴിഞ്ഞു. തൂണുകൾ ഉയർന്നു തുടങ്ങി. പാനുകളുടെ പണി സമീപത്തായി ഹാർബറിനടുത്ത് പുരോഗമിക്കുന്നുണ്ട്. ഇരുവശത്തും 18 തൂണുകൾ വീതമാണ് ഉള്ളത്. ഇതിൽ 12 എണ്ണം വെള്ളത്തിലും 6 എണ്ണം ഇരു കരകളിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അഴിമുഖമായതിനാൽ തന്നെ മഴയ്ക്ക് മുമ്പ് ദുഷ്കരമായ പൈലിംഗ് വർക്കുകൾ നിർമ്മാണ കമ്പനി പൂർത്തിയാക്കി കഴിഞ്ഞു. പ്രധാനമായും 2 കമ്പനികളാണ് കൊല്ലം ജില്ലയിൽ വർക്കുകൾ ചെയ്യുന്നത്. കൊറ്റംകുളങ്ങര മുതൽ കൊല്ലം ബൈപ്പാസിന് മുൻപ് വരെ, അതായത് നീണ്ടകര പാലത്തിന്റെ അടക്കം വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യുന്നത് വിശ്വസമുദ്ര എഞ്ചിനീയറിംഗ് കമ്പനിയാണ്. കൊല്ലം ബൈപ്പാസ് മുതൽ കടമ്പാട്ടുകോണം വരെ ശിവാലയ കൺസ്ട്രക്ഷനാണ് വർക്കുകൾ നടത്തുന്നത്. കൊല്ലം ബൈപ്പാസിന്റെ തുടക്കത്തിൽ തന്നെ ഒരു അണ്ടർ ബൈപ്പാസ് ഉണ്ട്. വാഹനങ്ങൾക്ക് പഴയ റോഡിലൂടെ കൊല്ലം ടൗണിലേക്ക് പോകാനുള്ള അണ്ടർപാസാണ് ഇത്. നിലവിലുള്ള ടോൾ പ്ലാസ NHന്റെ നിർമ്മാണം പ്രമാണിച്ച് അടച്ചിട്ടിരിക്കുകയാണ്. പൂർത്തിയാകാൻ 52 വർഷമെടുത്ത ഒരു ബൈപ്പാസാണ് കൊല്ലം ബൈപ്പാസ്. കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലമെടുത്ത 2 ബൈപ്പാസുകളാണ് ആലപ്പുഴ ബൈപ്പാസും കൊല്ലം ബൈപ്പാസും. 1972 ആരംഭിച്ച് 2019 പൂർത്തിയായ ഈ ബൈപ്പാസ് ആൽത്തറ മുതൽ മേവറം വരെയുള്ള 13 കിലോമീറ്റർ നീളത്തിലാണ് കടന്നുപോകുന്നത്. 3 പ്രധാന പാലങ്ങളുള്ള ഈ 2 വരി ബൈപ്പാസ് NH66 ഡെവലപ്മെന്റിന്റെ ഭാഗമായി 6 വരിയും സർവീസ് റോഡുമായി മാറ്റി നിർമ്മാണം പുരോഗമിക്കുകയാണ്. 1971 കൊല്ലം ബൈപ്പാസ് എന്ന ആശയം നിലവിൽ വന്നത്. പ്രധാനമായും അഷ്ടമുടി കായലിന് കുറുകെ 3 പാലങ്ങളാണ് ബൈപ്പാസിലുള്ളത്. 805 മീറ്റർ നീളമുള്ള മങ്ങാട് കടവൂർ പാലം, 620 മീറ്റർ നീളമുള്ള കാവനാട് കുരിപ്പുഴ പാലം, 90 മീറ്റർ നീളമുള്ള നീരാവിൽ പാലം എന്നിവയാണ് ഈ നിർമ്മാണത്തിന് ഭാഗമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പൈലിംഗ് പൂർത്തിയാക്കി ഗാൻട്രി ക്രെയിൻ ഉപയോഗിച്ച് സ്പാനുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
620 മീറ്റർ നീളമുള്ള കാവനാട് കുരീപ്പുഴ പാലമാണ് ആദ്യത്തെ പാലം. ഇതിന് 16 സ്പാനുകളാണുള്ളത്. കുരീപ്പുഴ ഭാഗത്തായി ടാറിംഗ് ഒരു സൈഡിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ 90 മീറ്റർ നീളമുള്ള നീരാവിൽ പാലം നിർമ്മാണ പണികൾ അതിവേഗം നടക്കുന്നുണ്ട്. കടവൂർ പാലത്തിന് മുൻപ് കൊല്ലം പുനലൂർ റോഡിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന NH 153 വേണ്ടി അടിപ്പാതയുടെ പണികൾ നടക്കുന്നുണ്ട്. 2 നാഷണൽ ഹൈവേകൾ കടന്നു പോകുന്ന ഒരു ബൈപ്പാസ് കൂടിയാണ് കൊല്ലം ബൈപ്പാസ്. കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ പാലമായ മങ്ങാട് കടവൂർ പാലം 865 മീറ്റർ നീളമുള്ള ഈ പാലത്തിൻ്റെ പൈലിംഗ് വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പണി പൂർത്തിയായ പഴയ പാലത്തിൻ്റെ വലതുവശത്തായി പുതിയ പാലത്തിൻ്റെ സ്പാനുകൾ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഗാൻട്രി ക്രെയിൻ ഉപയോഗിച്ചാണ് ഈ ഭാഗത്ത് സ്പാനുകൾ സ്ഥാപിക്കുന്നത്. ഇതിനായി നിരവധി സ്പാനുകൾ നിർമ്മാണം പൂർത്തിയാക്കി റോഡിൻ്റെ സൈഡിൽ അടുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. കുറച്ചുകൂടി മുൻപോട്ട് പോയി കഴിഞ്ഞാൽ കല്ലുംതാഴം ജംഗ്ഷനിൽ NH 744 അതായത് കൊല്ലം മുതൽ തിരുമംഗലം വരെയുള്ള ഹൈവേ കടന്നു പോകാനായി അണ്ടർപാസിന്റെ പണികൾ പുരോഗമിക്കുന്നുണ്ട്. കല്ലുംതാഴത്ത് റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ പണികളും പുരോഗമിക്കുന്നതിനായി നിലവിലുള്ള പാതയുടെ ഇരുവശത്തും മണ്ണിട്ടുയർത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം നടക്കുന്നുണ്ട്. കൊല്ലം ആയൂർ റോഡിൽ അടിപ്പാതയുടെ നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. NS സഹകരണ ആശുപത്രിയുടെ ജംഗ്ഷനിൽ അടിപ്പാതയുടെ നിർമ്മാണം തൂണുകൾ പൂർത്തിയായി കഴിഞ്ഞു. മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ കൊല്ലം ബൈപ്പാസിന്റെ തെക്ക് ഭാഗത്തുള്ള മേവറം ജംഗ്ഷനിൽ എത്തിയിരിക്കുന്നു. ഇവിടെയും മണ്ണിട്ടുയർത്തി പണികൾ അതിവേഗം നടക്കുകയാണ്. ദേശീയപാതയുടെ കൊല്ലം ജില്ല മുതൽ കഴക്കൂട്ടം വരെയുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്യാം കൃഷ്ണൻ.